കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടിയാണി താക്കുതലിൽ ஒருவர் உயிரிழந்த சம்பவத்தில் பாராளுமன்றத்தில் அவசரகால தீர்மானத்திற்கு இடுக்கி எம்பி டீன் குரியாக்கோஸ் நோட்டீஸ் கொடுத்துள்ளார். இது மாநில அரசு மற்றும் வனத்துறையின் மெத்தனத்தின் மூலமாகவே வனவிலங்கு தாக்குதல்கள் மாவட்டத்தில் அதிகரித்து வருவதாகவும் இடுக்கி எம்பி கூறினார். இடுக்கி பாராளுமன்ற தொகுதியில் காட்டியானை தாக்குதலில் கடந்த ஒரு வாரத்திற்கிடையே 2 பேர் மரணமடைந்த சம்பவம் பாராளுமன்றத்தில் ஆலோசனை செய்ய வேண்டும் என்று வலியுறுத்தி இடுக்கி எம்பி டீன் குரியாக்கோஸ் அவசர ஆலோசனைக்கு நோட்டீஸ் கொடுத்துள்ளார். மக்கள் வசிக்கும் பகுதிகளிலும் விவசாயிடங்களிலும் வனவிலங்கு தாக்குதல் அதிகரிப்பது மாநில அரசும் வனத்துறையும் மெத்தனம் காட்டி வருவதாகவும் இதில் உடனடியாக தீர்வு காண வேண்டும் என்றும் டீன் குரிയാക്കോസ് എംപി കേട്ടുകൊണ്ടാർ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കൃത്യമായ അലംഭാവം. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ആ പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. അവയെ തുരത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസിൽ പോയിരിക്കുന്ന നാട്ടുകാരെ കുറിച്ച് എനിക്കറിയാം. അവരെന്നോട് പറഞ്ഞത് അവിടെ പെട്രോളില്ല, ഡീസലില്ല എന്ന് പറഞ്ഞിട്ടുള്ള ന്യായവാദങ്ങളാണ് ഉദ്യോഗസ്ഥന്മാർ നിരത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ക്രിമിനൽ നെഗ്ലിജൻസ് ആണ്. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പ്രാഥമികമായ ബാധ്യതയുള്ള സർക്കാർ അത് ചെയ്യാതെ മാറി നിൽക്കുന്നു. അപ്പോൾ ഇതിൽ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ മാത്രമാണ് മനുഷ്യജീവനുകൾ പൊലിഞ്ഞു വീഴുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എം പി എന്നുള്ള നിലയിൽ തുടർച്ചയായി ഈ വിഷയം പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഇതിനു മുമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പ്രൈവറ്റ് മെമ്പർ ബില്ല് ഉൾപ്പെടെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നും ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അനുമതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരും അവധാനതയോട് കൂടിയിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. 3 ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളും അതോടൊപ്പം തന്നെ 3 ഡിവിഷൻ ഓഫീസുകളുടെയും ഒക്കെ പരിധിയിലാണ് പഞ്ചായത്ത് വരുന്നത്. തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ അങ്ങനെ തന്നെയാണ്. ഇതെല്ലാവർക്കും അറിയാം. ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെയാണ് ജീവിക്കുന്നത്. അവരവിടെ നിന്ന് സുഖിച്ച് വാഴുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ആ ജനങ്ങൾക്ക് സാധാരണക്കാരായ ആളുകളാണ് 99.9%. ആ ജനങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്താൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ച ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. മാതൃകാപരമായ 2 നടപടി സ്വീകരിക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനെ വെല്ലുവിളിക്കുകയാണ്. ആ ധൈര്യം വകുപ്പ് മന്ത്രി കാണിച്ചിട്ടാകാം മറ്റു സംഭാഷണങ്ങളും മറ്റു ചർച്ചകളും എന്ന്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.